Ladies and gentlemen, again welcome to Albin's Opinion and ഇതൊരു സ്പോയിലർ റിവ്യൂ ആയിരിക്കും. സ്പോയിലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ വലിയതായിട്ടും തോന്നുന്നില്ല, എന്നാലും ഞാനൊരു സ്പോയിലറാണെന്ന് പറയുകയാണ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ തുടങ്ങാല്ലേ. വാർ 2 എന്ന സിനിമയെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഗ്രീക്ക് ഗോഡ് ഋത്തിക് റോഷൻ, ജൂനിയർ എൻ ടി ആർ, പിന്നെ കയർ അദ്വാനി, അശുതോഷ് റാണ, അനിൽ കപൂർ അങ്ങനെ സ്പൈ യൂണിവേഴ്സിലേക്ക് കാലെടുത്ത് വെച്ചേക്കാണ് ഗൈസ്. ഒരു കിടിലം സീനൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി പറയാം. പിന്നെ ഒരു മനുഷ്യനുണ്ട്, നമ്മുടെ സാമ്രാജ്യം 2 എന്ന സിനിമ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ മറ്റേ ഫിലിമി ഷേക്കിൻ്റെ റോസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ ഞാൻ വേണമെങ്കിൽ അത് ടാഗ് ചെയ്തിട്ടേക്കാം. അതിനകത്തെ വില്ലൻ ഉണ്ടടേ, അതിനകത്തെ വില്ലൻ ഈ സിനിമയ്ക്കകത്തുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ നാൾക്ക് ശേഷം പുള്ളിനെ കണ്ടു. എൻ്റെ ആ സന്തോഷം ഒരുപാട് നിന്നില്ല, കാരണം പുള്ളി ഇതിനകത്ത് പെട്ടെന്ന് തന്നെ മരിക്കും. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളേ ഇല്ല. നിങ്ങൾ കുറേ പേർ കൂലിനെ പറ്റി മറ്റേ പൊട്ടപ്പടം, ബോറ് പടം, എന്താ പറയുക, മറ്റേ ഒട്ടും രസം തോന്നിയില്ല, എൻഗേജിങ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടത്തിന് ടിക്കറ്റ് എടുക്കൂ. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും കൂലിയുടെ മഹത്വം എന്ന് തോന്നും. എന്ത് പടമാണ് ഇവിടെ എടുത്ത് വെച്ച്. ഞാൻ പറയട്ടെ, സ്പൈ യൂണിവേഴ്സ് YRFിൻ്റെ യശ്രാജ് ഫിലിംസിൻ്റെ സ്പൈ യൂണിവേഴ്സിൽ വൺ ഓഫ് ദ വേസ്റ്റ് പടം എന്നാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. ഒന്നുമില്ല. മറ്റേ സത്യം പറഞ്ഞാൽ സ്പൈ യൂണിവേഴ്സിലെ ബാക്കിയുള്ള പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമില്ല. മറ്റേ ടൈഗറിൻ്റെ 3 പടങ്ങളാണ് എനിക്ക് എൻ്റർടൈനിങ് ചെയ്യുന്നത്. പട്ടാനൊക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നമിക്കുന്നു ആ പടത്തിന്. എനിക്ക് അന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് ഇതുപോലത്തെ സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അത് പിന്നെ എൻ്റർടൈൻ ചെയ്യുന്നു, കണ്ടിരിക്കാൻ വരുന്ന സാധനം. ജോൺ എബ്രഹാം അതിനകത്തൊരു ബെസ്റ്റ് വില്ലൻ. സ്പൈ യൂണിവേഴ്സിന് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വില്ലൻസ് എനിക്ക് പേഴ്സണലി ജോൺ എബ്രഹാമാണ്. അപ്പോൾ പിന്നെ മറ്റേ ഇതിന് മുമ്പ് ഇറങ്ങിയ വാറ് എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഇഷ്ടമില്ല വാറൊക്കെ. പുള്ളി മറ്റേ അവസാനത്തെ മറ്റേ ഇത് പ്ലാസ്റ്റിക് സർജറി പ്രശ്നം, അതാണ് അവർക്ക് പടം ഇഷ്ടം. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ സിനിമ കാണും, നിങ്ങൾ വാറിനെ ബഹുമാനിക്കും. വാർ ഐ ക്യാൻ ടെൽ യു, വാർ വാസ് മോർ ഗുഡ്, മച്ച് ഗുഡ് ദാൻ ദിസ്. വാറിനകത്ത് ഇടയ്ക്കുള്ള അതിൻ്റെ സ്ക്രീൻ പ്ലേ, അതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യത്തില്ല. ടൈഗർ ഷറഫ് അതിനകത്ത് അവസാനം വില്ലനാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. ചിലപ്പോൾ ആൾക്കാർക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കാം. പക്ഷെ പുള്ളി ഓക്കെ, ഇപ്പോൾ വില്ലനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ എങ്ങനെയാണ് പുള്ളി വില്ലനാകുന്നത് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. ഓക്കെ, അത് നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു. ഈവൻ ദോ അതൊരു ഓവർ ദ ടോപ്പ് അതിൻ്റെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത പരിപാടിയാണെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ഓക്കെ, പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ദർ ഇസ് നത്തിങ്, ഒന്നുമില്ല. ഇറ്റ്സ് ദ സെയിം ഓൾഡ് ക്ലീഷേ ക്രിഞ്ച് സ്റ്റോറി. ഞാൻ പറയട്ടെ, ഞാൻ ബാലറീനിക്ക് വന്ന ഒരു സംഭവമാണ്. ഈ കഥ വീക്കാവുമ്പോൾ നമ്മളെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്നത് അതിൻ്റെ സ്ക്രീൻ പ്ലേ, അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, അതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂസ് ആണ്. എന്നാൽ ഈ സിനിമയുടെ കഥയും വീക്കാണ്, സ്ക്രീൻ പ്ലേ പറയണ്ട, അത് ഔട്ട് ഓഫ് ദ സിലബസ് ആണ്. പ്രൊഡക്ഷൻ ക്വാളിറ്റി ശോകമായിരുന്നു. VFX ഒക്കെ എന്തുവാ. സൽമാൻ ഖാൻ മറ്റേ ബോഡി മസിൽ വരച്ച് വെക്കുന്ന ജൂനിയർ NTRന്റെ എൻട്രിയിൽ വരച്ച് വെച്ചേക്കുന്നത്, പുള്ളിക്ക് മസിൽ വരച്ച് വെച്ചേക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. CGI മസിലാണ്. അതാണ് എനിക്ക് സത്യം ഒന്നും തോന്നിയില്ല. ഋത്തിക് റോഷൻ്റെ ഒരു എൻട്രി സ്വാഗ് സാധനം കിടിലുമായിരുന്നു. ഓക്കെ, എൻട്രി കഴിഞ്ഞിട്ട് മറ്റേ കട്ടാന വെച്ചിട്ടൊരു സാധനമുണ്ട്. കട്ടാന വെച്ചിട്ടൊരു ഏതോ ചൈനീസ് അവരെങ്ങാണ്ട് കൊല്ലാൻ പോവായിരുന്നു. അത് നൈസായിരുന്നു. ഈവൻ ദോ ലോജിക് ഇഷ്യൂ ഉണ്ട്, കുറേ ലോജിക് ഇഷ്യൂ ഉണ്ടെങ്കിലും, പക്ഷെ അത് നമുക്ക് കണ്ടിരിക്കാൻ വേണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഹെലികോപ്റ്റർ മറ്റേ ബ്രിഡ്ജ് താഴുന്നു, പിന്നെ മറ്റേ ചാടി പോകുന്നു.
ഞാനിങ്ങനെ ഇതൊരു ബോംബ് പടമാണെന്ന് എൻ്റെ മനസ്സിൽ വെച്ചേക്കാണ്. പക്ഷേ എന്നാലും എടേ എങ്ങനെ കണ്ടിരിക്കും ഇതൊക്കെ. ഒരു ബാലയ്യ പടം കാണുന്ന പോലെയായിരുന്നു എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചേസ് ഉണ്ട്. ആ ചേസ് കിടില്. പക്ഷെ ആ ചേസ് കഴിഞ്ഞിട്ട് മറ്റേ ഇടിച്ചിടുന്നു, പിന്നെ ട്രെയിനിൻ്റെ മുകളിലേക്ക് ചാടി വരുന്നു. അതാണ് സാധനം. ആക്ഷൻ സീക്വൻസിന് ലോജിക്ക് ഇല്ലെന്ന് എനിക്കറിയാം. സ്പൈ യൂണിവേഴ്സിൽ നമ്മൾ ലോജിക്ക് വെക്കരുതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തുവാടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കാണുന്ന പോലത്തെ സാധനങ്ങളാണിത്. അതിനകത്ത് കാണുന്ന ടൈപ്പ് ആക്ഷൻ സീക്വൻസസ് അങ്ങനത്തെ ഒക്കെ ഓവർ ദ ടോപ്പ് പരിപാടി. അത് പിന്നെയും റിയലിസ്റ്റിക്ലി അവർക്ക് വേണമെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ബഡ്ജറ്റ് ഒക്കെ ഇട്ടിട്ട്. ഇവർക്ക് ബഡ്ജറ്റ് ഇല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. എന്നിട്ടും അത് കട്ട VFX CGI എന്നൊക്കെ പറയാൻ ശോകമായിരുന്നു. നമുക്ക് വി വിൽ നോ ദാറ്റ് ഇറ്റ് ഇസ് CGI. ജൂനിയർ NTRന്റെ എൻട്രി കിടലുമായിരുന്നു. പക്ഷെ പുള്ളി മറ്റേ എന്തോ ഒരു ഗ്ലൈഡർ എന്തോ ജെറ്റില് എന്തോ പിടിച്ചിരിക്കുന്നൊക്കെ ഉണ്ട്. ആകാശത്തിലൂടെ വരുന്നതാണ്. നോ ഓക്സിജൻ മാസ്ക്, നോ തുണി, നോ പാരഷൂട്ട്, നത്തിങ്. പുള്ളി ഇറങ്ങും, ചാടി വന്നിട്ട് പുള്ളി നല്ല സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും ഏതോ കപ്പലിന്റെ മുകളിലെങ്ങാണ്ട്. എങ്ങനെ അയ്യോ, അങ്ങനെയൊക്കെ കുറെ ബോംബ് പരിപാടി. പിന്നെ ദുബായിലെ ഒരു സാധനമാണ്. ദുബായിലെ ഒരു ഞാൻ പറയട്ടെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പറയണേ സാമ്രാജ്യം 2 വില്ലൻ പുള്ളിനെ ജൂനിയർ NTR തട്ടും. ഇത് ഇന്റർവെലിന് ശേഷമാണ്, സെക്കൻഡ് ഹാഫിലാണ്. പുള്ളിനെ ജൂനിയർ NTR തട്ടിയിട്ട് ജൂനിയർ NTR വില്ലനാണ്. ഓക്കെ, ജൂനിയർ NTR വില്ലൻ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സാധനം ഇപ്പോൾ മറ്റേ അപ്പോൾ ഈ കൊലപാതകം ഋത്തിക് റോഷനെ തലയിൽ കെട്ടിയിട്ട് പോകാനാണ്. അപ്പോൾ അത് എന്തിനാന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ടോ? ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ പറയാൻ പോയാൽ ഇത് ഈ വീഡിയോ നിൽക്കത്തില്ല. അപ്പോൾ ഋത്തിക് റോഷൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും. പുള്ളി വരുന്നൊരു ബോട്ടിലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പുള്ളി വന്ന ബോട്ടിൽ പുള്ളി കയറി, പുള്ളി പോകും, സമ്മതിച്ചു. ജൂനിയർ NTR പുള്ളി വന്നൊരു ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്ററിലെ ഒരു ആളെ വിളിച്ചിട്ട് പറയും, എടേ അവനെ പോയി തട്ടരുതെന്ന്. ആ ഹെലികോപ്റ്ററിലുള്ളവൻ പോകും, പുള്ളിനെ ചേസ് ചെയ്യുക. ഹെലികോപ്റ്റർ ചേസ് ചെയ്യും. ഋത്തിക് റോഷൻ എന്നിട്ട് ഏതോ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഏതോ പോർട്ടിലോ പോയിട്ടെങ്ങാണ്ട് ഒരു ക്രെയിൻ എങ്ങാണ്ട് ഇങ്ങനെയൊക്കെയോ അതൊക്കെ ഹെലികോപ്റ്റർ ഇടിച്ച് പോവും, സമ്മതിച്ചു. പെട്ടെന്ന് എവിടുന്നോ ജൂനിയർ NTR ഒരു ബോട്ട് കയറ്റി വരുന്നു. ഞാൻ ചോദിക്കുന്നത് എവിടുന്ന്? പുള്ളിക്ക് എവിടുന്ന് ബോട്ട് കിട്ടി? ഈ ബോട്ട് ചുമ്മാ അവിടെ കിടക്കുന്നതാണ് അവിടെ. എങ്ങനെ അങ്ങനെ? പിന്നെ അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ എന്തോ ബൂസ്റ്ററൊക്കെ ഓണാക്കി മറ്റേ യാസ് മറീന സർക്യൂട്ടിലൂടെ ഫോർമുല 1 റേസ് നടക്കുന്ന ടൈമിൽ ഇടയ്ക്കൂടെ ബോട്ട് കുത്തിക്കയറ്റി പോകുന്നു. എങ്ങനെ? ഹൗ ക്യാൻ യു ജസ്റ്റിഫൈ ദോസ് ഷിറ്റ്സ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെയാ അതുപോലത്തെ കുറെ കാട്ടവരാത്ത സാധനങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ജൂനിയർ NTRന്റെ പ്രീ റിലീസ് ഇവന്റ് പറഞ്ഞ സാധനം ഉണ്ടേ, ഞാൻ ഈ പടം കണ്ടേ ചിരിക്കുക തന്നെ ഓർത്തിട്ട്. പുള്ളി പറയുന്നത് ഇതുപോലത്തെ ഒരു ആക്ഷൻ സിനിമ ചെയ്യാൻ അയൻ മുഖർജീനെ വെല്ലാൻ ഇതുപോലത്തെ ഒരു ആക്ഷൻ സിനിമ ഇനി നിങ്ങൾ ഇന്ത്യക്കാർ കാണുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ എന്നാണ് പുള്ളി അന്ന് അവർ പറഞ്ഞ് തള്ളി മറിച്ചത്. എനിക്കറിഞ്ഞുകൂടാ. അയ്യോ. പിന്നെ അവസാനം വില്ലൻ മാനസാന്തര സെക്കൻഡ് ഹാഫ് ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്പോയിലറാണ്, ഇപ്പോഴും പറഞ്ഞ സ്പോയിലറാണ്. സെക്കൻഡ് ഹാഫ് സലാറിന്റെ ഒരു മൾട്ടിവേഴ്സ് വെർഷനാണ്. ഓക്കെ, സലാർ നിങ്ങളൊരു മൾട്ടിവേഴ്സ് രീതിയിൽ ചിന്തിച്ചിട്ട് കൊണ്ടുപോകും. അതാണ് സെക്കൻഡ് ഹാഫ്. ഞാൻ ഉടനീളം പടത്തിൽ ചിരിക്കുന്നു. പിന്നെ കൈറ ഫാൻസ് ഡോണ്ട് വെറി, ബിക്കിനി സീൻ അവിടെ ഉണ്ട്, കാണാം, ആസ്വദിക്കാം, ചിരിക്കാം, കമന്റ് അടിക്കാം. എൻ്റെ കൂടെ ഇരുന്ന ചേട്ടൻ ഒന്ന് ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു അനദർ ബോളിവുഡ് ബോംബ് എന്നാണ്. ഇത് ചിലപ്പോൾ നോർത്തിൽ കത്തിക്കയറും. പക്ഷെ നോർത്തിലെ താരനാദർശ് ക്രിട്ടിക്കൊക്കെ അങ്ങനെ പൊട്ടൻ ക്രിട്ടിക്കാണ്. എനിക്ക് ഇഷ്ടമല്ല പുള്ളിയുടെ റിവ്യൂസ്, ഓൾമോസ്റ്റ് ഇല്ല. പുള്ളി കൊടുത്തത് 1.5 out of 5 ആണ്. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ബോറിങ്. ഈ ഇടയ്ക്ക് മറ്റേ ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസ് ഇട്ടിട്ട് ഒരു കാര്യമില്ലടേ.
നമ്മൾക്ക് ബോറടിക്കും സാധനം കണ്ട. അവിടെയാണ് എനിക്ക് കൂലി ഇഷ്ടപ്പെട്ടത്. കൂലി എന്തുകൊണ്ടാണ് എൻഗേജ് കയറി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ സസ്പെൻസ് എലമെൻറ്റ്സ്, അത് ട്വിസ്റ്റും ടേൺസും വെച്ചിട്ട് അവരത് നല്ല രീതിയിൽ എൻഗേജിങ് ആക്കിയിട്ടുണ്ട്. ഇതല്ല, ഇതേതോ ഒരുത്തൻ വന്നു വെടിവെച്ചു. പിന്നെ എവിടൊക്കെ എങ്ങനെയൊക്കെ എത്തിപ്പെടുന്നു ദൈവത്തിനറിയാം. മറ്റേ ആദ്യം ജപ്പാൻ പിന്നെ ഇവിടെ യമൻ കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹി കഴിഞ്ഞിട്ട് പിന്നെ സ്പെയിൻ കഴിഞ്ഞിട്ട് പിന്നെ സ്വിറ്റ്സർലൻഡ് പിന്നെ എന്തോന്നു പിന്നെ ഏതോ ഒരു പിന്നെ പ്ലെയിൻ്റെ മണ്ടക്കൊക്കെ കിടന്ന സാധനമുണ്ട് മിഷൻ ഇമ്പോസിബിൾ. ഈ സാധനം മിഷൻ ഇമ്പോസിബിൾ ഉദ്ദേശിച്ചാണ് എടുത്തത്. മിഷൻ ഇമ്പോസിബിൾ പിന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇത് മിക്സപ്പ് ചെയ്തിട്ട് ഒരു സാധനം പിന്നെ ബോളിവുഡിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇറക്കിയതാണ്. അതാണ് പ്രശ്നം. കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ സിമിലറായി തോന്നിയെങ്കിലും പക്ഷേ അതൊരു ഒട്ടും എൻഗേജിങ് അല്ല നമുക്ക്. അതാണ് ഇറ്റ് ഈസ് വെരി പ്രഡിക്റ്റബിൾ ടു ദ കോർ. അവസാനം വില്ലൻ മാനസാന്തരപ്പെട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട്. പല രാജ്യത്ത് പോയി മറ്റേ കൊലപാതകം ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? ഹൗ ക്യാൻ യു ഡൂ ദാറ്റ്? ഒരാളെ കൊലപാതകം ചെയ്തു, അവിടെ മറ്റേ ആരും കാണത്തില്ലേ ഒന്ന് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ? എന്തോന്നൊക്കെയാടേ. വൺ ഓഫ് ദ വീക്കസ്റ്റ് പടം സിൻസ് 5 years. വീക്കസ്റ്റ് ഓഫ് ദ വീക്കസ്റ്റ് പടം. എനിക്കൊന്നും പറയാനില്ല. ഐ വുഡ് റെക്കമെൻഡ് കൂലി. ഐ വുഡ് നെവർ റെക്കമെൻഡ് ദിസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഋത്തിക് റോഷൻ്റെ ഫാൻസ് ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ കാണാം. ജൂനിയർ NTRൻ്റെ ഫാൻസ് ഉണ്ട്, അവർക്കും വേണമെങ്കിൽ കാണാം. കയറയുടെ ഫാൻസ് വേണമെങ്കിൽ അവർക്കും കാണാം. ആർക്ക് വേണമെങ്കിലും കാണാം. പക്ഷേ ഐ വിൽ നെവർ റെക്കമെൻഡ് ദിസ് മൂവി. ഇഫ് യു ആർ എ ഫാൻ യു ക്യാൻ വാച്ച്. യു മൈറ്റ് ബി എൻ്റർടൈൻ ബൈ ദിസ് മൂവി. നിങ്ങൾക്ക് ഒരു സ്വാഗിങ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇതൊരു വധ എക്സ്പീരിയൻസ് ആയിരുന്നു. കൂലിയൊക്കെ ഇതിനേക്കാളും ഭേദമായിരുന്നു സത്യമാണ്. കൂലി ഇത് പിന്നെയും കണ്ടിരിക്കായിരുന്നു സത്യമാണ്. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ വാച്ചബിൾ, അൺസൈക്കബിൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ. സോ യാ, until the next video, bye guys.